ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മുടെ ഫാദുക്കുട്ടിൻ്റെ കണ്ണ് ഞാൻ പറഞ്ഞല്ലോ, കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ചെറുതായിട്ട് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1 വീക്ക് മരുന്ന് കൊടുത്ത് നോക്കാനാണ് പറഞ്ഞത്. ഗുളികയുണ്ട്, പിന്നെ ഒരു ഓയിൻമെൻ്റ് ഉണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട്. ഒരു ജെല്ലി ടൈപ്പ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ആ ഒരു പഴുപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് തേക്കുന്നത് വലിയ കുഴപ്പമില്ല കേട്ടോ. കുറവ് വീക്കത്തിനൊക്കെ ചെറുതായിട്ടൊരു കുറവുണ്ട് കേട്ടോ, ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ അവളത് അതിൻ്റെ ഉടുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മാറിയിട്ട് ഇനി അംഗൻവാടിക്ക് വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറേ ദിവസമായി നമ്മൾ അട്ടപ്പാടിക്ക് പോയതുകൊണ്ട് കുറേ ദിവസമായി മുറ്റടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുല്ലും കാടൊക്കെ വളർന്നിട്ടുണ്ട്, പക്ഷെ പുല്ല് പറിക്കാൻ ഇപ്പം ടൈമില്ല, കാരണം ഇനി മീൻകറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മറ്റേ പ്ലാസ്റ്റിക്കും മിഠായി കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് പെറുക്കി മാറ്റാണ് കേട്ടോ. പുല്ല് പറിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിനി ഒരു ടൈം കണ്ടെത്തണം. ഈ ഒരു ടൈമിൽ കുറച്ച് സമയം കൊണ്ട് പറ്റില്ലല്ലോ, ബാക്കി പണികളൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് ഇതൊരു സമാധാനത്തോടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യണില്ല കേട്ടോ. അങ്ങനെ ഇതാ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറ്റടിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നൊന്നും അടിക്കാറില്ല. എനിക്ക് തോന്നുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ മാത്രമേ ഞാൻ അടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ സംഭവം. അതാണ്, ഇവരെന്തെങ്കിലുമൊക്കെ വേസ്റ്റും പേപ്പറും മിഠായി കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമ്മളിതാ ഇപ്പുറത്തെ കുഴൽക്കിണറിൻ്റെ സൈഡ് കണ്ടില്ലേ, നല്ലോണം പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. നമ്മൾ പുതിന നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 തവണ അതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഈ ഒരു സൈഡൊക്കെ കണ്ടില്ലേ, നല്ലോണം വൃത്തികേടായിട്ട് കിടക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ടൈമില്ല, നമുക്ക് നാളെ ചെയ്യാം. പിന്നെ ഇതാ നോക്കുമ്പോൾ മുളക് കുറേ പറിക്കാനുണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചു. ഇത് പറിക്കൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം മൂത്തതുകളൊക്കെ പറിച്ചു. ഇത് എത്ര വലിപ്പം വെക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ വേറെ വളവും കാര്യങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. ഈ ഒരു പച്ചക്കറീൻ്റെ വേസ്റ്റും പിന്നെ ചാരം ഞാൻ ഒരു വട്ടം ഇട്ടപ്പോൾ അത് മൊത്തത്തിൽ ഉണങ്ങി കരിഞ്ഞു പോയി. ചൂടുള്ളത് കൊണ്ടാണോ എന്ന് എന്താ അറിയില്ല. അതുകൊണ്ട് പിന്നെ ചാരം എനിക്കിടാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം മുളകും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് വേഗം തന്നെ അടിച്ചു വാരാൻ വേണ്ടി നിൽക്കുകയാണ്. അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം, പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്, പിന്നെ മീൻകറി വെക്കാനുണ്ട്, മീൻ നന്നാക്കാനുണ്ട്. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ ശേഷം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് മത്തിയുണ്ട്, പിന്നെ നമ്മുടെ കൂന്തലുണ്ടല്ലോ, നിങ്ങളവിടെ എന്താ പറയുക, കണവാന്നും പറയൂ കേട്ടോ. ഈ ഒരു വെള്ള സംഭവം, അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സാധനമാണ് എടുത്തത് ഇത്. അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ എളുപ്പമാണ്, പക്ഷെ മത്തീൻ്റെ ചെളുക്ക് പോകാൻ ഭയങ്കര പാടായിരുന്നു. എന്താണെന്നറിയില്ല, തൊലി ഒക്കെ പാടെ പോവായിരുന്നു കേട്ടോ. അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നാക്കി മത്തി കറി വെക്കാനും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. ചിലപ്പോൾ വറുക്കലുണ്ട്, ഇന്നിപ്പോൾ റോസ്റ്റ് ചെയ്താൽ മതി പറഞ്ഞേക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം മുള്ളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ട് കഴിക്കാം. നൂഡിൽസൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ മത്തിയായിരുന്നു. അപ്പോൾ മത്തി ഞാൻ വലുതുകളൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുതൊക്കെ ചെറുതാണ്, അല്ല ചിലതൊക്കെ ചെറുതാണ്, അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെക്കാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ, അതിൻ്റെ ഉള്ളത്തെ കുറച്ച് വേസ്റ്റ് പോലത്തെ സംഭവം ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ചൂട്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത് അത്യാവശ്യം വേവുണ്ടാവും, ഒരു 3 വിസിൽ 4 വിസിലൊക്കെ വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നോർമലി നമ്മൾ ബീഫൊക്കെ വരട്ടുമല്ലോ, തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ അതൊന്ന് കുക്കറിൽ ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതോട് വലിയൊരു പണി ലാഭമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് കൂട്ടിന് ഫാദുക്കുട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ തീ ഒന്ന് കത്തിക്കാന്ന് വിചാരിച്ചു. അടുപ്പിൽ തീ ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒരു 2-3 പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ തീ കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തീ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പുറത്തെ അടുപ്പ് കത്തായിട്ട് പിന്നെ ഇന്ന് അപ്പുറത്തെ ചെറിയ അടുപ്പാണ് കേട്ടോ കത്തിച്ചത്. എന്താണെന്നറിയില്ല, കത്തി കിട്ടുന്നുണ്ട് സംഭവം, പക്ഷെ കലം വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കേടുകയാണ് കേട്ടോ. അത് നമ്മൾ അടുപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടക്കിടക്ക് ഞാൻ പറയാറില്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒരു ഏകദേശം ഒരു 1 month ഒക്കെ ആയിട്ട് സംഭവം ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പാണ് കേട്ടോ കത്തിച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ തീയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. അടുപ്പിൽ മീൻകറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ മറ്റ് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതാക്കി എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചിരവ മീഷോയിലൊന്ന് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ വന്നപ്പോൾ പൈസ ഇല്ലായിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇനി ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 421 രൂപയാണ്. ഞാൻ വരുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ആണ്. നമ്മൾ വീതനമൊക്കെ വെച്ചിട്ട് ചിരവും ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തേക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ പെട്ടെന്നാണ് ടീച്ചർ വിളിച്ചത്. മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചർ വിളിച്ചത്. വയറ് വേനിക്കുന്നുണ്ട്, പിന്നെ ലൂസ് മോഷൻ ആയിട്ട് പാനിൽ കൂടെ ഒക്കെ ആയിട്ടുണ്ട്, എന്നിട്ട് വാഷ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ട്രൗസറും കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചപ്പോൾ ഈ കട്ടപ്പാടിലാണ്, മീൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം കുളിച്ച് റെഡിയായി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം ബസ് കനാലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും വേഗം ഒരു ബസ് വന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്തി കേട്ടോ. അങ്ങനെ ദാ ഞാനും ഫാദുക്കുട്ടിയും കൂടി ഫൈസിക്കുട്ടിനെ കൊണ്ടുവന്നു. ദാ ഇവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നുണ്ട്. ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും പാൻറ്റിലൊക്കെ ആയി പറഞ്ഞു. പിന്നെ അവരതൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ തെങ്കര ബസ് ഇറങ്ങി. തെങ്കര വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ, കനാലിൻ്റെ അവിടേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മളിതാ 2-3 സമൂസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഓട്ടോ കാശ് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 സമൂസയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ റോസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകാൻ നേരത്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ. അത്രയും നേരം ഇനി അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് കരിയണ്ട വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പിന്നെ ഒന്നിൽ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി റെഡി ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ചോറ് വേണം വെച്ചപ്പോൾ ഇപ്പൊ ചോറ് വേണ്ട പറഞ്ഞു. കറക്റ്റ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ. നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നാമത് തെങ്കരയിൽ നിന്ന് നടന്നിട്ടല്ലേ വന്നത്. നമ്മൾ വീട് എത്താനുള്ള ഒരു 5 മിനിറ്റ് മുന്നേ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. നമ്മൾ വീട്ടിലെത്തി കയറിയപ്പോഴത്തേക്കും ഇതേപോലെ നല്ലോണം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഭാഗ്യത്തിന് നമ്മൾ നല്ല മഴ കൊള്ളാതെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ കുട്ടികൾക്ക് ചായയും കൂടി വെച്ചിട്ട് അവൾക്ക് ഇത് കൊടുക്കാം. ഞാൻ ചോറും കഴിക്കാന്ന് വിചാരിച്ചു, കാരണം ചോറ് കഴിച്ചിട്ടില്ല. ഒരു 3 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. ഒരു 1:30-2 മണിക്കാണ് ടീച്ചർ വിളിക്കുന്നത്. ഒരു 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ പോയി. 3:15 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പോയി, പെട്ടെന്ന് ബസ് കിട്ടി, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയി. അങ്ങനെ ഞാനൊരു സമൂസ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡയറ്റ് എവിടെ എത്തിയെന്ന് ചിന്തിക്കുന്നവരോട് ഡയറ്റ് ഇപ്പോൾ തൽക്കാലത്തിനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു അട്ടപ്പാടി പോക്കും കുട്ടിന്റെ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒക്കെപ്പാടെ മാനേജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിന് മാറ്റി വെച്ചിരിക്കുക. പിന്നെ എനിക്ക് കയ്യിനും കാലിനും ഭയങ്കര പെയിനും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിന്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷനൊന്നും ആവണ്ട. അതായത് അയ്യോ മുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് അറിയാം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.